നമസ്കാരം, ഞാൻ ഡോക്ടർ ആര്യ സുദർശനി. ഇന്ന് മാർച്ച് 20 വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ. എല്ലാ വർഷവും മാർച്ച് 20 വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ അഥവാ ലോക വദന ആരോഗ്യ ദിനം ആചരിക്കുകയാണ്. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? 2025 തീം എന്നത് ഹാപ്പി മൗത്ത് ഇസ് എ ഹാപ്പി ബോഡി എന്നാണ്. നമ്മുടെ വായു ശുചിത്വമാണെങ്കിൽ നമ്മുടെ ബോഡി ശുചിത്വമാണെന്നർത്ഥം. അതിനാൽ തന്നെ നമ്മുടെ വായ ശുചിത്വമാക്കി വെക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. നമ്മുടെ വായ ആരോഗ്യമാക്കി വെക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അതിനാൽ തന്നെ വായ ശുദ്ധമാക്കി വെക്കാനായി നാം എന്തൊക്കെ പാലിക്കേണ്ട കാര്യങ്ങളെന്ന് നോക്കാം. ഈ പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വായ ശുദ്ധമാക്കി വെക്കാൻ സാധിക്കും. 1. ദിവസേന 2 നേരം ബ്രഷ് ചെയ്യുക. 2 മിനിറ്റ് പൂർണ്ണമായി ബ്രഷ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇപ്പോൾ ഇലക്ട്രിക് ടൂത്ത് ബ്രഷസ് അവൈലബിൾ ആണ്. അതിനൊരു ടൈമർ ഉണ്ട്. അതിനാൽ അത് 2 മിനിറ്റ് പൂർണ്ണമായി ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. കൂടാതെ ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങളെ ദന്തക്ഷയം വരാതിരിക്കാൻ സഹായിക്കും. സോഫ്റ്റ് ബ്രിസ്റ്റൽസ് ഉള്ള ടൂത്ത് ബ്രഷസ് ഉപയോഗിക്കുക. ഹാർഡ് ആയിട്ടുള്ള ബ്രഷസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് വല്ല തേയ്മാനം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ ഹാർഡ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷസ് അവോയ്ഡ് ചെയ്ത് സോഫ്റ്റ് ബ്രിസ്റ്റൽസ് ഉള്ള ബ്രഷസ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ശരിയായ രീതിയിലാണ് ബ്രഷ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വായില് ഉള്ള ആഹാര പദാർത്ഥങ്ങളെല്ലാം മാറിക്കിട്ടും. എന്നാൽ നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതി തെറ്റാണെങ്കിൽ നമ്മുടെ വായിൽ പെട്ടെന്ന് ദന്തക്ഷയം, മോണരോഗം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. ഇതിന് നാം മോഡിഫൈഡ് ബാസ് ടെക്നിക് എന്നാണ് പറയുന്നത്. ഇത് മേൽത്താടിയിലെ കല്ല് മുകളിൽ നിന്ന് താഴോട്ടും കീഴ്ത്താടിയിലെ കല്ല് താഴെ നിന്ന് മുകളിലോട്ടുമാണ് ബ്രഷ് ചെയ്യേണ്ടത്. ഒരു 45 ഡിഗ്രി കോണിലാണ് ബ്രഷ് പിടിക്കേണ്ടത്. ആ രീതിയിൽ നമ്മൾ ബ്രഷ് ചെയ്യേണ്ടതാണ്. അതുപോലെ ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ കൂടുതൽ ക്രീമി ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ജെൽ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ പെട്ടെന്ന് തേയ്മാനം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ബ്രഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫ്ലോസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഡെയിലി 1 നേരം ഫ്ലോസ് ചെയ്യുക. ഡെന്റൽ ഫ്ലോസ് അവൈലബിൾ ആണ്. ഇത് ഒരു നൂൽ പോലത്തതാണ്. ടു ആൻഡ് ഫ്രോ മോഷനിൽ ചെയ്താൽ മതി. അത് ഡെയിലി 1 നേരം ചെയ്യേണ്ടതാണ്. ഇത് നിങ്ങളുടെ വായിൽ പല്ലുകളുടെ ഇടയിലുള്ള ആഹാര പദാർത്ഥങ്ങൾ മാറ്റാൻ സഹായിക്കും. 3ാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പല്ല് വൃത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നാവ് ശുചീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ പ്ലാസ്റ്റിക്കിൽ കഴിക്കുന്ന അവൈലബിളാണ്. അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് തന്നെ നമുക്ക് നാവ് വൃത്തിയാക്കിയെടുക്കാം. മധുരം കൂടിയ പദാർത്ഥങ്ങളും പാനീയങ്ങളും കുറയ്ക്കേണ്ടതാണ്. മധുര പാനീയങ്ങളും പദാർത്ഥങ്ങളും ദന്തക്ഷയം ഉണ്ടാക്കാൻ കാരണമാകുന്നു. അതിനാൽ തന്നെ അവ കഴിച്ച ഉടൻ തന്നെ ബ്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ വായ കഴുകി വൃത്തിയാക്കുകയോ ചെയ്യേണ്ടതാണ്. വായുനാറ്റമുള്ളവർ മൗത്ത് വാഷസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലാത്ത മൗത്ത് വാഷസ് വേണം ഉപയോഗിക്കാൻ. ഒരു ഡെന്റിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം നിശ്ചിത സമയത്ത് മാത്രം ഉപയോഗിക്കേണ്ടതാണ് മൗത്ത് വാഷസ്. പുകയിലയും മദ്യപാനവും വദന ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട്. വദന അർബുദം വരെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ദന്തക്ഷയം, മോണരോഗം പോലുള്ള ദന്താരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാം. അതിനാൽ പുകയിലയും മദ്യപാനവും ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വായ എപ്പോഴും വരൾച്ച ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനായി ധാരാളമായി വെള്ളം കുടിക്കുക. 60 കിലോഗ്രാം ഉള്ള ഒരാൾ ദിവസേന 3 ലിറ്റർ വെള്ളം വരെ കുടിക്കേണ്ടതാണ്. ധാരാളമായി വെള്ളം കുടിക്കുന്നത് ദന്തക്ഷയം വരാതിരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ പല്ലിനെ ബലപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന കാൽഷ്യം അടങ്ങിയ ആഹാരങ്ങൾ ശീലമാക്കുക. പാൽ ഉൽപ്പന്നങ്ങൾ, മുട്ട, ചിക്കൻ ഇവയിലൊക്കെ കാൽഷ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഒരു ബാലൻസ് ഡയറ്റ് കീപ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇവയ്ക്കെല്ലാം പുറമെ 6 മാസം കൂടുമ്പോൾ ഒരു ഡെന്റൽ ചെക്കപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ഇന്ന് വദന അർബുദം കൂടി വരികയാണ്. അതിനാൽ തന്നെ ചുവന്നതോ വെളുത്തതോ ആയ പാടുകളുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. എല്ലാ മാസവും 1 മിനിറ്റ് നിങ്ങളുടെ വായുവുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നോക്കി ഈ പാടുകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ 2 ആഴ്ചയിൽ കൂടുതൽ ഉണങ്ങാതെ നിൽക്കുന്ന മുറിവുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കാണേണ്ടതാണ്. അപ്പോൾ ഇന്ന് വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യ ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.